അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തെ ദീവസിദ്ധിം ബഹുതരജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോപിച പരമബലേനന്വയം ഭക്തിയോഗഃ ത്വമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർദ്ധതാം മേ. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിः അഭിനയൈः കേവലജ്ഞാനലുബ്ധാः ക്ലിശ്യന്തെ അതീവസിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവ ആപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോ അപി ച പരമബലേനു അയം ഭക്തിയോഗഃ ത്വാമൂലാദ് ഏവ ഹൃദ്യഃ ത്വരിതം അയി ഭവത്പ്രാപകഃ വർദ്ധതാം മേ. അവ്യക്തം മാർഗയന്തഃ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വസ്തുവിനെയാണ് അന്വേഷിക്കുന്നത്. എന്താണ് ബ്രഹ്മം എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല ബ്രഹ്മം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിഭിഹി അഭിനയൈഹി, അത് ശ്രുതികളിലും അല്ലെങ്കിൽ ഉപനിഷത്തുകളെ കൊണ്ടും പിന്നെ നയൈഹി ബ്രഹ്മമീമാംസ ശാസ്ത്ര ആദികളെ കൊണ്ടും അതിലെ യുക്തികളെ കൊണ്ടും ഒക്കെ കേവല ജ്ഞാനലുബ്ധാഹ, ആ പ്രത്യക്ഷം അല്ലാത്ത ബ്രഹ്മത്തെ, ആ ജ്ഞാനത്തെ മാത്രം കൊതിക്കുന്നവരായിട്ട് ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിലൊക്കെ അവഗാഹം നേടാൻ വളരെയധികം ക്ലേശിക്കുന്നു. ക്ലിശ്യന്തെ അതീവ, വളരെയധികം ക്ലേശിക്കുന്നു. എന്നിട്ടോ സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവ ആപ്നുവന്തി, എന്നിട്ട് പല ജന്മങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത്. പിന്നെയോ ദൂരസ്ഥഃ കർമ്മയോഗോ അഭിജ, ഈ കർമ്മയോഗത്തിൻ്റെ മാർഗമാണെങ്കിലോ അത് വളരെ വിദൂരമാണ് ഫലത്തെ നേടിത്തരുന്നത്. പരമബലേനു അയം ഭക്തിയോഗ, അപ്പോൾ പരമബലം നേടിത്തരാനായിട്ട് കർമ്മയോഗവും വളരെ വിദൂരമായ സാധ്യതയാണ് തരുന്നത്. എന്നാലോ നനു അയം ഭക്തിയോഗ, ഈ ഭക്തിയോഗത്തിലാണെങ്കിലോ തു ആമൂലാത് ഏവ, ആമൂലാത് തുടക്കം മുതൽ, എൻ്റെ വേരിൽ നിന്ന് തന്നെ തുടങ്ങും, കാരണത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വളരെ ഹൃദ്യ, വളരെ ഹൃദ്യമായ ഒരു മാർഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അതും ത്വരിതം ഐ ഭവത്പ്രാപകം, വളരെ പെട്ടെന്ന് തന്നെ അങ്ങയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ ഭക്തിയെ മേ വർദ്ധത, എന്നിൽ വർദ്ധിപ്പിച്ചു തരണേ. ജ്ഞാനസമ്പാദനത്തിനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഉപനിഷത്തുകളൊക്കെ പഠിച്ച് ബ്രഹ്മമീമാംസാദി ശാസ്ത്രങ്ങൾ, ബ്രഹ്മസൂത്രങ്ങൾ ഒക്കെ പഠിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പല ജന്മങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനമാർഗത്തിലുള്ള ഒരാൾ ഭഗവത് പദത്തെ പ്രാപിക്കുവാനായിട്ട് അർഹനായി തീരുന്നത്. എന്നാൽ അതിനേക്കാൾ കഷ്ടം നിറഞ്ഞതാണ് കർമ്മമാർഗം. വളരെയധികം നാളുകൾ കർമ്മം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ജ്ഞാനയോഗത്തിന് അധികാരമുണ്ടാകുന്നുള്ളൂ. വീണ്ടും ജ്ഞാനയോഗിക്കും വളരെയധികം ജന്മങ്ങൾക്ക് ശേഷമാണ് സിദ്ധിയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുക. എന്നാൽ അങ്ങനെയുള്ള അനന്യമായ ഭക്തിയാണെങ്കിലോ ഭഗവാനെ, അത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങയിലേക്ക് എത്തിക്കുന്നതും, എന്നാൽ തുടക്കം മുതൽ ഇത് വളരെ ആനന്ദകരവുമായ ഒരു മാർഗമായിട്ടാണ് എല്ലാവരും പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയിലുള്ള അനന്യമായ ഭക്തി നൽകി എന്നെ ഈ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ, എന്നിൽ ഭക്തി വർദ്ധിപ്പിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂരി ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ 3 മാർഗങ്ങളാണ് ഭഗവത് പ്രാപകമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് ജ്ഞാനമാർഗം, പിന്നത്തേത് കർമ്മമാർഗം, മൂന്നാമത്തേത് ഭക്തിമാർഗം. ഈ ജ്ഞാനമാർഗത്തിലൂടെ പോകുന്ന ആളുകളൊക്കെ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് പല ജന്മങ്ങൾക്ക് ശേഷമാണ് എത്തിച്ചേരുന്നത്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, ബഹൂനാം
ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അപ്പോൾ പല ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു ഭക്തൻ ജ്ഞാനമാർഗത്തിലൂടെ ഭഗവത് പദത്തെ പ്രാപിക്കാൻ അർഹനായിത്തീരുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് കർമ്മയോഗം പിന്തുടരുന്നവർക്ക്, അവർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കഷ്ടം നിറഞ്ഞതാണ് ആ മാർഗം. അതും മേൽപ്പത്തൂർ ആദ്യത്തെ ദശകങ്ങൾ വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിതം തദ്ദൂരത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. വളരെ സ്വാദ് നിറഞ്ഞതും ശ്രേയസിനെ തരുന്നതും ഒക്കെയാണ് അങ്ങനെയുള്ള ഭക്തി എന്നാണ് മേൽപ്പത്തൂർ ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ജ്ഞാനമാർഗവും കർമ്മമാർഗവും അത്ര എളുപ്പമല്ല. പക്ഷേ ഭക്തിമാർഗമാണെങ്കിലോ അത് ആമൂലാദേവ ഹൃദ്യ, തുടക്കം മുതൽ അത് വളരെ ഹൃദ്യമായിരിക്കുന്നതും ത്വരിതമായി ഭവത് പ്രാപകം, വളരെ പെട്ടെന്ന് തന്നെ അങ്ങയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതുമായ ഒരു മാർഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭക്തി എന്നിൽ വളർത്തി തരേണേ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനയൈ കേവല ജ്ഞാനലുബ്ധ ക്ലിശ്യന്തേ ദീവസിദ്ധിം ബഹുധരജനുഷാമന്ദ ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോപി ച പരമഫലേനന്വയം ഭക്തിയോഗ ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തിക്കരാഗ്രേ ത്വദ്ധ്യാനേപീഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോ അഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാ ചാരുതാഭ്യം. ജ്ഞാനായ ഏവ അതിയത്നം മുനിഃ അപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണം അയതി യഃ തസ്യ മുക്തിഃ കരാഗ്രേ ത്വദ്ധ്യാനേ അപി ഇഹ തുല്യാ പുനഃ അസുകരതാ ചിത്തചാഞ്ചല്യഹേതോഃ അഭ്യാസാദ് ആശുശക്യം തദപി വശയിതും ത്വത്കൃപാ ചാരുതാഭ്യാം. ജ്ഞാനായ ഏവ അതിയത്നം മുനിഃ അപവദതേ. ഈ ഭാഗവത കർത്താവായ വ്യാസൻ അറിവ് നേടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അമിതമായി പ്രയത്നിക്കുക എന്ന മാർഗത്തെ അദ്ദേഹം നിഷേധിക്കുന്നു. എന്നാൽ ബ്രഹ്മതത്വം തു ശൃണ്വൻ, ആരാണോ ബ്രഹ്മതത്വത്തെ ഗുരുമുഖത്തിൽ നിന്ന് ശ്രവിച്ചിട്ട് ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി, ഗുരുവിൽ നിന്ന് ബ്രഹ്മോപദേശം നേടിയതിന് ശേഷം ഭഗവാന്റെ പാദങ്ങളിലുള്ള ഭക്തിയെ ആരാണോ ശരണമയതി, ആരാണോ ശരണമായി പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ശരണാഗതി അടയുന്നത്, തസ്യ മുക്തി കരാഗ്രേ, അയാൾക്ക് മുക്തി എന്ന് പറയുന്നത് അയാളുടെ കൈത്തലത്തിലിരിക്കുന്നു. അത്ര എളുപ്പമാണ് എന്നാണ്. പിന്നെയോ ത്വദ്ധ്യാനേ അഭി ഇഹ തുല്യ, അങ്ങയെ ധ്യാനിക്കുക എന്ന് പറയുന്നതും ഇവിടെ പുനഃ അസുകരത, അതത്ര എളുപ്പമുള്ള മാർഗമല്ല. തന്നെയുമല്ല ചിത്തചാഞ്ചല്യ ഹേതോഹോ, ഈ മനസ്സിൻ്റെ ചഞ്ചലത്വം ഹേതുവായിട്ടും ഈ ധ്യാനം അത്ര എളുപ്പമുള്ള മാർഗമല്ല. പക്ഷേ അഭ്യാസാദ് ആശുശക്യം തദഭിവശയിതും, നിരന്തരമായ അഭ്യാസം കൊണ്ട് അതും സാധിക്കും, മനസ്സിനെ ജയിക്കുവാൻ സാധിക്കും, ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതിനെ ത്വത്കൃപാ ചാരുതാഭ്യാം, അതിന് അങ്ങയുടെ അനുഗ്രഹവും അങ്ങയുടെ മനോഹരമായ ആ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക വഴി ഒരു ഭക്തനെ തൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ കേവലം ജ്ഞാനത്തിന് വേണ്ടി ആയിട്ട്
അമിതമായ പ്രയത്നം ചെയ്യുന്നതിനെ വ്യാസഭഗവാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. എന്നാൽ ഏതൊരു ഭക്തനാണോ ഗുരുമുഖത്തിൽ നിന്ന് ബ്രഹ്മതത്വത്തെ ശ്രവിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ദൃഢമായ ഭക്തിയെ ശരണം പ്രാപിക്കുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്ന് പറയുന്നത് അയാളുടെ കൈത്തലത്തിൽ ഇരിക്കുന്നതാവുന്നു, അത്ര എളുപ്പം നേടാവുന്നതാവുന്നു. പക്ഷേ ഭഗവാനെ ധ്യാനിക്കുന്നതിലും അത്ര എളുപ്പമല്ല എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അതത്ര സുഖകരമായ ഒരു ജോലിയല്ല. തന്നെയുമല്ല, പലപ്പോഴും മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടായിക കൊണ്ടും ഈ ധ്യാനാവസ്ഥയിൽ നമുക്ക് ഭ്രംശം സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് നിരന്തരമായ അഭ്യാസം കൊണ്ട് സാധിക്കും. അതും ഭഗവാന്റെ കൃപ കൊണ്ടും ഭഗവാന്റെ മോഹന രൂപത്തിലേക്കുള്ള നമ്മളുടെ ശ്രദ്ധയെ അടുപ്പിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ അത് അഭ്യാസേനത് കൗന്ദേയ, നിരന്തരമായ അഭ്യാസം കൊണ്ടും വൈരാഗ്യേണ ച ഗൃഹ്യതേ, വിരാഗാവസ്ഥ കൊണ്ടും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായ പരിശീലനം കൊണ്ടും മനസ്സിൻ്റെ ഏകാഗ്രത നേടിയെടുത്തുകൊണ്ട് ഗുരുമുഖത്ത് നിന്ന് ബ്രഹ്മതത്വത്തെ ശ്രവിച്ച ഒരു ഭക്തന് തൻ്റെ പൂർണ്ണമായ ശരണാഗതിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ അഭയം പ്രാപിക്കുന്ന ഭക്തിയുള്ളവനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് മുക്തി നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ കേവലമായ ജ്ഞാനം മാത്രം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെയധികം പ്രയത്നിക്കുന്നവരെ വ്യാസഭഗവാൻ അത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ കേവലം ജ്ഞാനം മാത്രം കൊണ്ട് പരസ്പരം തർക്കിക്കാമെന്നതല്ലാതെ അത് നമ്മളുടെ തന്നെ ശ്രേയസ്സനായിക്കൊണ്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കി തരികയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിൽ ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ ശ്രീരാമൻ നോൺ വെജിറ്റേറിയനാണോ? അപ്പോൾ അയാൾക്ക് രാമായണ കഥകൾ ഒരുവിധം അറിയാം, പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? വിമർശിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ അമ്മാവനെ കൊന്ന ആളല്ലേ. അപ്പോൾ അവിടെ ഭാഗവതവും ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊരു ഭാവത്തോടു കൂടിയാണ് അതിനെ സമീപിക്കേണ്ടത് അതല്ല എന്ന് മാത്രം. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇപ്രകാരം ഉള്ള ഒരു സമീപനമല്ല. ഏത് പ്രകാരത്തിലാണോ ഭഗവാനിൽ ഭക്തിയെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ ഒരു സമീപനമാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ കേവലം അതിനെ അറിയുവാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുവാനോ വേണ്ടി മാത്രം ആയി പോകരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുതന്നെയാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതിയസ്തസ്യ മുക്തിക്കരാഗ്രേ ത്വദ്ധ്യാനേപിഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോ അഭ്യാസാദാശു ശക്യം തദഭിവശയിതും ത്വത്കൃപാ ചാരുദാഭ്യം. നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കദാദൗ ജഗാഢം ജാത ശ്രദ്ധോപി കാമാ നൈ ഭുവനപദേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജംസ്താൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷുനങ്ഷ്യന്തി സംഗാ. നിർവിണ്ണഃ
കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഢം ജാത ശ്രദ്ധഃ അഭി കാമാൻ ഐ ഭുവനപദേ ന ഏവ ശക്നോമി ഹാതും തദ് ഭൂയഃ നിശ്ചയേന ത്വയ് നിഹിതമനാഃ ദോഷബുദ്ധ്യാ ഭജൻ താൻ പുഷ്ണീയാം ഭക്തിം ഏവ ത്വയ് ഹൃദയഗതേ മംക്ഷുനങ്ഷ്യന്തി സംഗാഃ നിർവിണ്ണഃ കർമ്മമാർഗേ ഖലു വിഷമതമേ. തികച്ചും വിരക്തനാണ് കർമ്മമാർഗത്തിലും അത് വളരെയധികം ദുഃഖകരമായിരിക്കുന്ന യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിരക്തനും. ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധഃ അഭി, അങ്ങയുടെ കഥകൾ മുതലായവയെല്ലാം ഗാഢം ജാതശ്രദ്ധഃ, വളരെയധികം ശ്രദ്ധയുള്ളവനും ഒക്കെയാണെങ്കിലും കാമാൻ ഐ ന ഏവ ശക്നോമി ഹാതും, ഈ മനസ്സിൻ്റെ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ ഗൃഹപുത്രമിത്ര കളത്രാദികളെ ഒന്നും ത്യജിക്കുവാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും തദ് ഭൂയഃ നിശ്ചയേന, എന്നാൽ വീണ്ടും വീണ്ടും നിശ്ചയേന വളരെയധികം വിശ്വാസത്തോടുകൂടി ത്വയ് നിഹിതമനാഹ, അങ്ങയിൽ മനസ്സുറപ്പിച്ചവനായിട്ട് ദോഷബുദ്ധ്യാ ഭജൻ താൻ അനുഭവിക്കുന്ന വിഷയസുഖങ്ങൾ ശരിയല്ല, തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അനുഭവിച്ചാലും പുഷ്ണീയാം ഭക്തിമേവ, ആ ഉള്ളിലിരുന്ന് ആ ഭക്തിയെ പോഷിപ്പിക്കുക നിമിത്തം ത്വയ് ഹൃദയഗതേ, അങ്ങ് ഉള്ളിലിരുന്ന് ഈ ഭക്തിയെ പോഷിപ്പിക്കുക നിമിത്തം മംക്ഷുനങ്ഷ്യന്തി സംഗാഃ, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സംഘങ്ങളും നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ കർമ്മമാർഗത്തിലും വളരെ വിഷമകരമായിരിക്കുന്ന യാഗാനുഷ്ഠാനങ്ങളിലും ഒക്കെ പൂർണ്ണമായും വിരക്തനായിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധഃ, അങ്ങയുടെ ലീല അവതാരങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപക്ഷെ അയാളുടെ പുത്രമിത്ര കളത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവത് ഭജനം നടത്താൻ സാധിച്ചില്ല എന്ന് വരികിൽ പോലും തദ് ഭൂയഃ നിശ്ചയേന ത്വയ് നിഹിതമനാഹ, പൂർണ്ണമായും ഭഗവാനിൽ വിശ്വാസത്തോടുകൂടി അങ്ങയിൽ സമർപ്പിതമായ മനസ്സോടുകൂടി ഭജിക്കുന്ന ആ ഭക്തന് ഈ ആഗ്രഹങ്ങളെയെല്ലാം അത് ദോഷബുദ്ധിയായിട്ടാണ് അതിനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് വന്നാൽ പോലും ത്വയ് ഹൃദയഗതേ, അങ്ങ് ആ ഭക്തൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രേരിപ്പിക്കുക നിമിത്തം പുഷ്ണീയാം ഭക്തിമേവ, അയാളുടെ ഉള്ളിലെ ഭക്തി വർദ്ധിച്ചു വന്ന് മംക്ഷുനങ്ഷ്യന്തി സംഗാഃ, പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ച് കളയുന്നു. അതാണ് വിരാഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മനസ്സിലാണോ വൈരാഗ്യം സംജാതമാകുന്നത് അവർക്ക് ഭക്തിയിലേക്കുള്ള അകലം വളരെ കുറവായിരിക്കും. കാരണം ഈ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന വിരക്തിയാണ് മിക്കവാറും എല്ലാവരെയും ഈശ്വരഭക്തിയിലേക്ക് അതുവഴി മുക്തിയിലേക്കുമൊക്കെ നയിക്കുന്നത് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്ന് വന്നാൽ പോലും പൂർണ്ണമായും കർമ്മങ്ങളെയൊക്കെ തിരസ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ വിരക്തനാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആ കർമ്മമാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരക്തനായിരിക്കുന്ന ഒരാൾ നിശ്ചയമായും ഭഗവാനിൽ ഭക്തിയുള്ളവനായിട്ട് അയാളുടെ ഉള്ളിലിരിക്കുന്ന ഭക്തി പരിപോഷിപ്പിക്കുക നിമിത്തം ഭഗവത് അനുഗ്രഹം മൂലം അയാൾക്ക് ആ ആഗ്രഹങ്ങളെയൊക്കെ അനുഭവിക്കുമ്പോഴും ആ ഉള്ളിലുള്ള ഭക്തി അതിനോടുള്ള ആസക്തി കുറച്ചു കൊണ്ടുവരികയും ഒട്ടും വൈകാതെ തന്നെ എല്ലാ സംഘങ്ങളെയും
ഉപേക്ഷിക്കുവാൻ ആ ഭക്തനെ പ്രാപ്തനാക്കുകയുമൊക്കെ ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഈ സംഘമാണ് മുക്തിയിൽ നിന്ന് നമ്മളെ തടയുന്നത്. ഈ സംഘങ്ങളെയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് ഏതൊരവസ്ഥയിലാണ് ഒരു ഭക്തന് സാധിക്കുന്നത്, ആ അവസ്ഥയിൽ ആ ഭക്തൻ മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ ജീവൻ മുക്താവസ്ഥയെ തന്നെ പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് ആ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഭൗതികങ്ങളായ സുഖങ്ങളെ സ്വീകരിച്ചാലും അവിടെയൊക്കെ ഇത് വർജിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ച ഭക്തിയോടുകൂടി ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ ആ കർമ്മങ്ങളിലുള്ള ശക്തിയെ കുറച്ച് എല്ലാ സംഘങ്ങളിൽ നിന്നും ആകാനായിട്ട് അയാളെ സഹായിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ജഗാഢം ജാത ശ്രദ്ധോപി കാമാനൈ ഭുവനപദേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജംസ്താൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷുനങ്ഷ്യന്തി സംഗാഃ കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിരുദ്യമാനോ ജനൗഖൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. കശ്ചിത് ക്ലേശ ആർജിത അർത്ഥക്ഷയ വിമലമതിഃ നുദ്യമാനഃ ജനൗഖൈഃ പ്രാഗ് ഏവം പ്രാഹ വിപ്രഃ ന ഖലു മമ ജനഃ കാലകർമ്മഗ്രഹാവാ ചേതഃ മേ ദുഃഖഹേതുഃ തദിഹ ഗുണഗണം ഭാവയത് സർവകാരി ഇതി ഉക്ത്വാ ശാന്തഃ ഗതഃ ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. കശ്യ ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിഃ. ഒരു വിപ്രൻ, അയാൾ വളരെയധികം ക്ലേശിച്ച് ആർജിച്ച അർത്ഥം മുഴുവൻ ക്ഷയിച്ചു പോയി. അപ്പോൾ വിമലമതിഃ, അയാളുടെ മനസ്സ് അപ്പോൾ മാലിന്യമെല്ലാം അകന്നതായി തീർന്നു. നുദ്യമാനഃ ജനൗകൈഃ, മറ്റുള്ള ജനങ്ങളാൽ പീഡിക്കപ്പെടുകയും ചെയ്തു അയാൾ. പ്രാഗേവം പ്രാഹ വിപ്രഹ, ആ സമയത്ത് ഈ വിപ്രൻ ഇപ്രകാരം പറഞ്ഞു, നഖലു മമ ജനഃ കാലകർമ്മഗ്രഹാവാ ചേതഃ മേ ദുഃഖഹേതു. മേ ദുഃഖഹേതു, എൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു എന്ന് പറയുന്നത് നഖലു മമ ജനഃ, ഞാനീ കാണുന്ന ജനങ്ങളല്ല അതിൻ്റെ കാരണം, കാലമല്ല, കർമ്മമല്ല, ഗ്രഹമല്ല. ചേതഃ മേ ദുഃഖഹേതു, എൻ്റെ മനസ്സ് തന്നെയാണ് എനിക്ക് ദുഃഖകാരണമായി ഭവിച്ചത്. തദിഹ ഗുണഗണം ഭാവയ സർവകാരി ഇതി, ഈ ഗുണങ്ങളെല്ലാം മനസ്സിൽ ആരോപിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ദുഃഖങ്ങളെല്ലാം വന്നു ചേർന്നത്. ഇത് ഉക്ത്വാ ശാന്തഃ ഗതഃ ത്വാം, ഇപ്രകാരം പറഞ്ഞിട്ട് അയാൾ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. താദൃശ്യം ചിത്തശാന്തിയും മമ ച കുരു, എനിക്ക് അപ്രകാരമുള്ള മനഃശാന്തി നൽകി അനുഗ്രഹിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അവന്തി രാജ്യത്ത് പണ്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അറപ്പിശുക്കനായിരുന്നു ബ്രാഹ്മണൻ. അയാൾ സമ്പാദിച്ചു വെച്ച ധനം എല്ലാം സ്വയം ഉപയോഗിക്കാതെയും മറ്റുള്ളവർക്കാർക്ക് കൊടുക്കാതെയും ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെയും ഒക്കെ കയ്യിൽ സൂക്ഷിച്ചു. ഇത് ഒരു സുപ്രഭാതത്തിൽ രാജാവിൻ്റെ ഭടന്മാരൊക്കെ വന്നും തസ്കരന്മാർ വന്നും ഒക്കെ ആ സമ്പാദിച്ചു വെച്ചിരുന്ന ധനം മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി.
അത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അയാൾക്ക് ബോധോദയമുണ്ടായത്. അങ്ങനെയുള്ള അയാൾ പറയുകയാണ്, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഞാൻ കാണുന്ന ജനങ്ങളല്ല, കാലദോഷമല്ല, കർമ്മദോഷമല്ല, ഗ്രഹദോഷവുമല്ല, എൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെ ദുഃഖ കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയും. മനസ്സ് തന്നെയാണ് ഒരാളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സ് എങ്ങനെയാണ് ദുഃഖകാരണമാകുന്നത് എന്ന് വെച്ചാൽ, ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന് അബദ്ധത്തിൽ ആരോപിച്ചുകൊണ്ട് അതിൻ്റെ കർത്തൃത്വം എല്ലാം ഈ മനസ്സിലേക്ക് ഏറ്റുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഈ ഞാൻ എന്ന് പറയുന്നത് ഇതൊന്നും സ്പർശിക്കാത്ത പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ബോധത്തോടുകൂടി അയാൾ പരമഗതിയെ പ്രാപിച്ചു. അപ്രകാരമുള്ള ഭക്തിയെ എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്നാണ് മേൽപ്പത്തൂരിവിടെ പ്രാർത്ഥിക്കുന്നത്. കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷേ വിമലമതിർനുദ്യമാനോ ജനൗഖൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ ചേതോ മേ ദുഃഖഹേതുസ്തദ്യ ഗുണഗണം ഭാവയത് സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതസ്ത്വാ മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. ഐള പ്രാഗുർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരമജര തദ്വദുദ്ധൂതസംഗം ഭക്തോത്തം സംക്രിയാമാം പവനപുരപദേ ഹന്തമേ രുന്ധിരോഗാൻ. ഐളഃ പ്രാഗ് ഉർവശീം പ്രതി അതിവിവശമനാഃ സേവമാനഃ ചിരം താം ഗാഢം നിർവിദ്യ ഭൂയഃ യുവതി സുഖം ഇദം ക്ഷുദ്രമേവ ഇതി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരം അജര തദ്വത് ഉദ്ധൂതസംഗം ഭക്തോത്തം സംക്രിയാമാം പവനപുരപദേ ഹന്തമേ രുന്തിരോഗാൻ. ഐളഃ പ്രാഗ് ഉർവശീം പ്രതി, പണ്ട് ഐളൻ അല്ലെങ്കിൽ പുരൂരവസ് എന്നു പേരായ രാജാവ് ഈ ഉർവശിയിൽ ആഗ്രഹമുള്ളവനായിട്ട് വളരെയധികം വ്യാകുല ഹൃദയനായിട്ട് വളരെ കാലം അവളെ സേവിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഗാഢം നിർവിദ്യ ഭൂയഃ, പിന്നീട് പൂർണ്ണമായ വിരക്തിയെയും നേടി ഈ പുരൂരവസ്. അത് കഴിഞ്ഞിട്ട് യുവതി സുഖമിതം ക്ഷുദ്രമേവ ഇതി ഗായൻ, ഈ സ്ത്രീ സുഖം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് എന്ന്, അയാൾക്ക് വളരെ നിസ്സാരമാണ് എന്ന് വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് ത്വദ്ഭക്തിം പ്രാപ്യ, ഭഗവത് ഭക്തിയെ പ്രാപിച്ചു, പൂർണ്ണ പരിപൂർണനായിട്ട് സുഖതരമജര, വളരെ സന്തോഷത്തോടുകൂടി പരമാനന്ദ നിമഗ്നനായ ജീവൻ മുക്തനായിട്ടൊക്കെ സഞ്ചരിച്ചു. അങ്ങനെയുള്ള ആ ഐളനെ പോലെ എൻ്റെ എല്ലാ സംഘങ്ങളെയും വേർപെടുത്തരുത്. തദ്വത് ഉദ്ധൂത സംഘം, എൻ്റെ എല്ലാ സംഘങ്ങളെയും വെടിഞ്ഞവനും പിന്നെ ഭക്തോത്തംസം, അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനാക്കിയും എന്നെ തീർത്തുകൊണ്ട് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി തരണേ ഭഗവാൻ, മുക്തമാക്കി തരണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പത്തൂർ. അപ്പോൾ പുരൂരവസ് എന്ന രാജാവ് ഉർവശിയോടുകൂടി ചേർന്ന് വളരെ കാലം ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവേന്ദ്രൻ്റെ ആജ്ഞപ്രകാരം ഉർവശി മടങ്ങിപ്പോകാനുള്ള ഒരു അവസരം വന്നപ്പോൾ ഒരു ആടിൻ്റെ കഥ ഇടയിൽ കൊണ്ടുവന്നിട്ട് ആ ആടിനെ രക്ഷിക്കാനായിട്ട് പോയ പുരൂരവസ് വിവസ്ത്രനായിട്ട് ഇടിമിന്നലാൽ ദർശിക്കപ്പെട്ടപ്പോൾ ശയനമുറിയിലല്ലാതെ എവിടെയെങ്കിലും നഗ്നനായി കണ്ടാൽ അപ്പോൾ ഞാൻ ഉപേക്ഷിച്ച് പോകും എന്നുള്ള വാക്കനുസരിച്ചിട്ട് ഉർവശി ഈ പുരൂരവസനെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ വളരെ കാലം പുരൂരവസ ഉർവശിയെ അന്വേഷിച്ച് നടന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം പൂർണ്ണമായ വിരക്തിയെ പ്രാപിച്ചു, ഭഗവത് പദത്തെ
പ്രാപിച്ചു എന്നും കൂടിയാണ് അക്കഥയിൽ പറയുന്നത്. അപ്രകാരം എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്തമ ഭക്തനാക്കി എന്നെ തീർത്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്തത്. ഐള പ്രാഗുർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുതമിദം ക്ഷുദ്രമേവേതി ഗായൻ ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരമജര തദ്വദുദ്ധൂതസംഗം ഭക്തോത്തം സംക്രിയാമാം പവനപുരപദേ ഹന്തമേ രുന്ധിരോഗാൻ.